പോലെയുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫാനിനും ഫാൻ ഔട്ടും വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇന്ന് സ്പെസിഫിക്കേഷൻ നമ്മൾ പഠിച്ചുകൊണ്ടെങ്കിൽ സ്പെസിഫിക്കേഷനകത്ത് ഒരെണ്ണം പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ഇപ്പം നമ്മൾ ഈ ഉപയോഗിക്കുന്ന ലോജിക് ഫാമിലീസിൽ നമ്മൾ ഗേറ്റുകളിലും അതിലൊക്കെ ഉപയോഗിക്കുന്ന ലോജിക് ഫാമിലിയിലൊക്കെ ഉപയോഗിക്കുന്ന വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വോൾട്ടേജ് ആൻഡ് കറണ്ട്, ഇച്ചിരി വെട്ടം. വോൾട്ടേജ് ആൻഡ് കറണ്ട് പാരാമീറ്റേഴ്സ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻ, ഇതിൽ പേരുകൾ എന്തൊക്കെയാണ്, നമ്മൾ ഉപയോഗിക്കുന്ന സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കാം. അപ്പം അതിൽ ആദ്യത്തെ എന്താണ്, ഇത് പരീക്ഷയ്ക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചോദിക്കുമെന്ന് അറിയില്ല. നിങ്ങൾക്ക് വാട്ട് ആർ ദ സ്പെസിഫിക്കേഷൻസ് എന്നോ അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം ഷോർട്ട് ആൻസർ ആയിട്ട് ചിലപ്പോൾ സിംഗിൾ സെൻറ്റൻസിലൊക്കെ എഴുതാനൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. പക്ഷെ ഇത് അറിഞ്ഞിരുന്നേ പറ്റുള്ളൂ. നമ്മുടെ ഈ അങ്ങോട്ടുള്ള ഇതിലായാലും നമ്മൾ ബേസിക് ഇലക്ട്രോണിക്സിനകത്ത് ഇത് അറിഞ്ഞേ പറ്റുള്ളൂ കേസാണ്. ഒന്ന് ഹോൾഡ് ചെയ്യണേ പിള്ളേരെ. ഹലോ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഫസ്റ്റ് കുറച്ച് ടേംസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ഓരോ ടേമായിട്ട് പറയാം. VIH ഓരോന്ന് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഇതെന്ന് പറയുന്നത് നമുക്ക് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ ഡിജിറ്റലിനകത്ത് നമ്മൾ ഹൈയും ലോയും, ലോജിക് ഹൈ ലോജിക് ലോ എന്നൊക്കെ പറഞ്ഞു. ലോജിക് ഹൈ എന്ന് പറഞ്ഞാൽ 1 ആണെന്നും ലോജിക് ലോ എന്ന് പറഞ്ഞാൽ 0 ആണെന്നൊക്കെ പറഞ്ഞു. ശരിയാ, ഈ 1 എന്നും 0 എന്നും പറയുന്നതൊക്കെ ശരിയാണ്. ഹൈ ആണ്, ലോ ആണ്. പക്ഷേ എന്താണ് 1, എന്താണ് 0 എന്ന് നമുക്കറിയണം. അല്ലെങ്കിൽ 1 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, 0 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമ്മൾ അറിയണ്ടേ. അപ്പോൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടതുള്ളൂ, ഇതെല്ലാം വോൾട്ടേജ് ലെവലുകളാണ്. അതായത് ഹൈ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് ലെവൽ, ലോ എന്ന് പറഞ്ഞാൽ വേറൊരു പർട്ടിക്കുലർ വോൾട്ടേജ് ലെവൽ, അതല്ലെങ്കിൽ 0 എന്ന് പറഞ്ഞാൽ ഒരു വോൾട്ടേജ് ലെവൽ, 1 എന്ന് പറഞ്ഞാൽ വേറൊരു വോൾട്ടേജ് ലെവൽ. അപ്പോൾ അത് ഏതാണ് ആ ലെവൽ എന്നറിയണം. എന്ന് പറഞ്ഞാൽ ഇവിടെ VIH എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ എന്ന് പറഞ്ഞാൽ എന്തുവാ അതിൻ്റെ എക്സ്പാൻഷൻ, ഹൈ എന്ന് പറഞ്ഞാൽ ഹൈ ഇൻപുട്ട് വോൾട്ടേജ്. അത് നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. വോൾട്ടേജിൻ്റെ VIH, ഇൻപുട്ട് ഹൈ, വോൾട്ടേജ് ഇൻപുട്ട് ഹൈ. അപ്പം ഹൈ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു ഗേറ്റിൻ്റെ ഇൻപുട്ടിൽ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഒരു ഗേറ്റിൻ്റെ ഇൻപുട്ടിൽ ഒരു വോൾട്ടേജ് കൊടുത്താൽ മിനിമം എത്ര വോൾട്ട് കൊടുത്താൽ അതിനെ ഹൈ ആയിട്ട് കൺസിഡർ ചെയ്യും. ഒരു ഗേറ്റിൻ്റെ, ഒരു ലോജിക് ഫാമിലിയിൽ ഒരു ഗേറ്റിൻ്റെ ഇൻപുട്ടിലേക്ക് ഞാൻ ഒരു വോൾട്ടേജ് കൊടുത്താൽ മിനിമം എത്ര വോൾട്ടെങ്കിലും കൊടുത്തെങ്കിൽ മാത്രമേ അതിനെ ഒരു ലോജിക് ഹൈ അല്ലെങ്കിൽ 1 ആയിട്ട് കൺസിഡർ ചെയ്യൂ. ആ വാല്യൂവിൻ്റെ പേരാണ് ഹൈ ഇൻപുട്ട് വോൾട്ടേജ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഗേറ്റിൻ്റെ ഇൻപുട്ടിൽ മിനിമം എത്ര വോൾട്ടേജ് കൊടുത്താൽ അതിനെ ഒരു ഔട്ട്പുട്ട്, ആ ഇൻപുട്ടിൽ അത് 1 ആണ്, ലോജിക് 1 ആണെന്ന് കൺസിഡർ ചെയ്യും. അതാണ് ഇത്. ഇനി അതുപോലെ തന്നെ VOH. അപ്പോൾ എന്തുമായിരിക്കും? വോൾട്ടേജ് തന്നെയാണ്, ഔട്ട്പുട്ടാണ്. അപ്പോൾ എന്തുവാ? ഹൈ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഹൈ ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്തായിരിക്കും? ഒരു ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൽ മിനിമം എത്ര വോൾട്ട് വന്നാൽ അതിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആയിട്ട് കൺസിഡർ ചെയ്യും. ഒരു ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൽ മിനിമം എത്ര വോൾട്ടേജ് വന്നാൽ അതിനെ ഒരു ഹൈ ഔട്ട്പുട്ടാണ് എന്ന് കൺസിഡർ ചെയ്യും എന്നുള്ളതാണ് ഏത്? VOH.
മനസ്സിലാവും. അതിൻ്റെ ഓരോന്നിനും ഓരോ ഫാമിലീസിനും ഓരോ വാല്യൂസ് ഒക്കെ ഉണ്ട്. വാല്യൂസ് ഒക്കെ നമുക്ക് പിന്നെ പഠിക്കാം. നമുക്ക് ആദ്യം ടേംസ് എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ മിനിമം ഒരു ഗേറ്റിന് ഇൻപുട്ടിൽ എത്ര വോൾട്ടേജ് വരെ കൊടുത്താൽ അതിനെ ഹൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളത് VIH. ഔട്ട്പുട്ടിൽ എത്ര വോൾട്ടേജ് ഉണ്ടെങ്കിൽ അതിനെ ഹൈ ആയിട്ട് വാല്യൂ ഹൈ ആയിട്ട് അല്ലെങ്കിൽ അതിനെ 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളത് VOH. പിന്നെ അതുപോലുള്ളത് VIL. ഇതെന്ന് പറഞ്ഞാൽ ലോ വാല്യൂ. അപ്പോൾ നമ്മൾ ഹൈ വാല്യൂവിൻ്റെ പറഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ ലോ ഇൻപുട്ട് വോൾട്ടേജ്. മനസ്സിലാവുമല്ലോ, വോൾട്ടേജ് ആണ് ഇൻപുട്ട് ലോ. അപ്പം ലോ ഇൻപുട്ട് വോൾട്ടേജ്. ലോ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം എനിക്ക് ഒരു വാല്യൂ എത്ര വരെ ഞാൻ വോൾട്ടേജ് കൊടുത്താൽ, അല്ലെങ്കിൽ എത്ര താഴെയാണെങ്കിലാണ്, എത്ര വോൾട്ടേജിൽ താഴെയാണെങ്കിലാണ് എൻ്റെ ആ ഒരു പർട്ടിക്കുലർ വാല്യൂവിനെ ലോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. എത്ര വോൾട്ടേജ് ലെവലിനെയാണ് ലോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രാഫ് പോലെ വരയ്ക്കുകയാണെങ്കിൽ 2 ലെവലുണ്ടെന്ന് വിചാരിക്കുക. 2 ലെവൽ. ഇതാണ് എൻ്റെ ഹൈ ലെവല്, ഇതാണ് എൻ്റെ ലോ ലെവൽ. മനസ്സിലാകുന്നുണ്ടോ? വോൾട്ടേജിൻ്റെ വാല്യൂ ഈ ലെവല് മിനിമം ഈ ഞാൻ ഈ വരച്ചേക്കുന്ന ഈ ലെവൽ വോൾട്ടേജിൻ്റെ വാല്യൂ മിനിമം ഈ ലെവലിലെങ്കിലും ആണോ, അല്ലെങ്കിൽ ഇതിന് മേളിലോട്ടോ ആണെങ്കിൽ മാത്രമേ ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ടോ ഇൻപുട്ടോ ഹൈ ആണെന്ന് പറയുള്ളൂ. മനസ്സിലാകുന്നല്ലോ? വോൾട്ടേജിൻ്റെ വാല്യൂ ഈ ഒരു ലെവലിലോ അതിൽ താഴെയോ ആണെങ്കിൽ മാത്രമേ എന്തായിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ? ലോ ആയിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരു പർട്ടിക്കുലർ വാല്യൂ, ആ വാല്യൂയോ അതിന് മേളിലോ പോയെങ്കിൽ മാത്രമേ എന്ത് വരുള്ളൂ? അതിനെ ഹൈ ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ആ വാല്യൂവിൻ്റെ അതിൻ്റെ വാല്യൂ ആണ് ഏത് പറഞ്ഞത്? ഹൈ ഇൻപുട്ട് വോൾട്ടേജ്. അത് ഇൻപുട്ടിലാണെങ്കിൽ VIH, ഔട്ട്പുട്ടിലെ കേസിലാണെങ്കിൽ VOH. VIL എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ കറസ്പോണ്ടിങ് ലെവൽ ഏത് വാല്യൂ ആണോ, ഏത് വാല്യൂ താഴെ വരുമ്പോഴാണോ അത് 0 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അല്ലെങ്കിൽ മാക്സിമം ഏറ്റവും താഴെ തൊട്ട് മാക്സിമം ഏത് വോൾട്ടേജ് വരെ പോയാൽ നമ്മൾ അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യും? ലോ ആയിട്ട് കൺസിഡർ ചെയ്യും എന്നുള്ളതാണ് ഏതിൻ്റെ കൺസെപ്റ്റ്? VIL. അപ്പോൾ ഇതാണ് VIL എന്ന് പറഞ്ഞ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇൻപുട്ടിൻ്റെ കേസാണെങ്കിൽ VIL, ഔട്ട്പുട്ടിൻ്റെ കേസാണെങ്കിൽ നമ്മൾ എന്താ വിളിക്കും? VOL. ഔട്ട്പുട്ട് ഇതാ. മനസ്സിലായോ? അപ്പോൾ ഇൻപുട്ടിൽ ഹൈ ആവണമെങ്കിൽ മിനിമം എത്ര വോൾട്ടേജ് കൊടുക്കണം? ഔട്ട്പുട്ടിൽ ഹൈ ആവണമെങ്കിൽ മിനിമം എത്ര വോൾട്ടേജ് വേണം? ഇൻപുട്ടിൽ ലോ ആവണമെങ്കിൽ മാക്സിമം എത്ര വരെ പോയാൽ ലോ ആയിട്ട് കൺസിഡർ ചെയ്യും? ഔട്ട്പുട്ടിൽ മാക്സിമം എത്ര വരെ പോയാൽ അതിനെ ലോ ആയിട്ട് കൺസിഡർ ചെയ്യും? ഇപ്പോൾ ആലോചിക്കേണ്ട കാര്യം, ഈ VIH ഉം VOH എന്ന് പറയുന്നത് എന്തുവാ? മിനിമം വാല്യൂ ആണേ, ഓർത്തോണം. VIH ഉം VOH എന്ന് പറയുന്നത് മിനിമം വാല്യൂവും, എന്നാൽ VIL ഉം VOL എന്ന് പറയുന്നത് എന്തുവാ? മാക്സിമം വാല്യൂ. മാക്സിമം ഈ വാല്യൂ വരെ വന്നാൽ അതിനെ ലോ ആയിട്ട് കൺസിഡർ ചെയ്യും. മാക്സിമം ഈ വാല്യൂ വന്നാൽ അതിനെ ലോ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇവിടെ മിനിമം ഇത്രയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഹൈ ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. മിനിമം ഇത്രയെങ്കിലും ഉണ്ടെങ്കിൽ ഹൈ ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അതാണ് ഡിഫറൻസ്, മിനിമം മാക്സിമം തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് നമ്മുടെ വോൾട്ടേജിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ കറണ്ട് ഉണ്ട്. കറണ്ട് നമ്മൾ കൊടുക്കുന്ന സ്പെസിഫിക് എന്തുവാ? നല്ല ഐയുടെ കേസ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ IH. ഇപ്പം എന്തുമായിരിക്കും? ഇൻപുട്ട് ഹൈ ഇൻപുട്ട് തന്നെയാണ്. എന്ത്? ഹൈ ഇൻപുട്ട് കറണ്ട്. ഹൈ ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്ന സാധനം എന്തുവാ? നമ്മൾ വോൾട്ടേജ് കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് കറണ്ട് ഫ്ലോ എന്ന് പറയുന്ന സാധനം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണം ഉണ്ടാകുന്നതാണ് കറണ്ട് ഫ്ലോ. ഇതെന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഹൈ ആയിരിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന കറണ്ട് ഫ്ലോ, ഇൻപുട്ട് ഹൈ ആയിരിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന കറണ്ട് ഫ്ലോ എന്നാണ് എന്ത് പറയുന്നത്? ഇൻപുട്ട് സൈഡിലുള്ളത്, അല്ലെങ്കിൽ ഇൻപുട്ടിലേക്ക് ഫ്ലോ ചെയ്യുന്ന, ഹൈ ആയിരിക്കുമ്പോൾ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ ആണ് IH എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ കറണ്ട് IL എന്തുമായിരിക്കും? ലോ ഇൻപുട്ട് കറണ്ട് എന്തുമായിരിക്കും? ഇൻപുട്ട് ലോ ആയിരിക്കുമ്പോൾ, ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇൻപുട്ട് ലോ ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ RT ലോ ആയിരിക്കുമ്പോൾ ഇൻപുട്ടിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ ആണ് IL. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് IOH എന്തുമായിരിക്കും? ഹൈ ഔട്ട്പുട്ട് കറണ്ട്. നമ്മുടെ ഒരു ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കുമ്പോൾ ആ ഗേറ്റിൽ നിന്ന് വെളിയിലേക്ക് ഒഴുകുന്ന കറണ്ടിൻ്റെ വാല്യൂ ആണ് IOH. ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കുമ്പോൾ, ഇത് ഗേറ്റിൻ്റെ ഇൻപുട്ട് ഹൈ ആയിരിക്കുമ്പോൾ ഗേറ്റിലേക്ക് വരുന്ന കറണ്ടാണ് IIH. ഗേറ്റിൻ്റെ ഇൻപുട്ട് ലോ ആയിരിക്കുമ്പോൾ ഗേറ്റിലേക്ക് വരുന്നതാണ് IIL. ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കുമ്പോൾ ഗേറ്റിൽ നിന്ന് ഒഴുകുന്ന കറണ്ടാണ് IOH. അപ്പോൾ അങ്ങനെയാണെങ്കിൽ IOL എന്തുമായിരിക്കും? ലോ ഔട്ട്പുട്ട് കറണ്ട് എന്തുമായിരിക്കും? ഒരു ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ലോ ആയിരിക്കുമ്പോൾ ആ ഗേറ്റിൽ നിന്ന് ഒഴുകുന്ന കറണ്ട്. അപ്പോൾ വോൾട്ടേജിൻ്റെ 4 ടേംസ്,
കറണ്ടിൻ്റെ 4 ടേംസ്. ഇതെന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ഡിസ്ക്രൈബ് ദ വോൾട്ടേജ് ആൻഡ് കറണ്ട് പാരാമീറ്റേഴ്സ് ഫോർ ലോജിക് ഫാമിലീസ്ന്നോ അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻസോ എന്തെങ്കിലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. ഓക്കെ, ഇതാണ് വോൾട്ടേജ് ആൻഡ് കറണ്ട് പാരാമീറ്റേഴ്സ്. ഇത് നമുക്ക് അറിയേണ്ട ഒരു ടേം എന്ന് പറയുന്നത് നോയ്സ് മാർജിൻ. അതിന് മുമ്പ് ഞാൻ ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് വേറൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ഈ ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെയും കാര്യങ്ങളങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളിത് രണ്ടാമത് കാണാതെ ഫുള്ള് പഠിക്കേണ്ട സിറ്റുവേഷൻ ഒന്നും നിങ്ങൾക്ക് വരില്ല. കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ, അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾ ഒരുപാട് കാണാതെ പഠിക്കേണ്ട സിറ്റുവേഷൻസ് വരില്ല. അതേസമയം നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെ തരുന്നത് ഇതൊക്കെയും കാണാതെ പഠിക്കേണ്ടി വരും. മനസ്സിലായോ? അതുകൊണ്ട് അങ്ങനെ പോവാതെ കാര്യങ്ങൾ എന്തുവാണ് നമ്മുടെ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യുക. ശരി, അത് ഇൻപുട്ട് ഗേറ്റ്, ആ ഗേറ്റിന് ഇൻപുട്ടിൽ ഹൈ വോൾട്ടേജ് വന്നു, ഹൈ ആവണമെങ്കിലുള്ള വാല്യൂ, ലോ ആവണമെങ്കിലുള്ള വാല്യൂ, ആ സമയത്തുള്ള കറണ്ടിൻ്റെ ഫ്ലോ ഇതാണെങ്കിൽ കറണ്ടിൻ്റെ ലോ ആകുമ്പോഴുള്ള കറണ്ട് ഫ്ലോ ഇതാണ്. ഇങ്ങനെ ആ ഒരു ഇമാജിൻ ചെയ്ത് അത് കാര്യങ്ങളങ്ങ് മനസ്സിലാക്കി വെച്ചത് ഒന്നും കാണാൻ പഠിക്കേണ്ട സിറ്റുവേഷൻ വരില്ല. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നോയ്സ്. അതിന് പറയുന്നതിന് മുമ്പ് ആരെങ്കിലും എനിക്ക് എന്താണ് നോയ്സ് എന്നൊന്ന് പറഞ്ഞുതരാമോ? നിങ്ങൾ പലയിടത്തായിട്ട് കമ്മ്യൂണിക്കേഷനിലും പലയിടത്തായിട്ട് നിങ്ങളിപ്പം ഇനീഷ്യൽ 2-3 സബ്ജക്റ്റുകളിൽ ഉണ്ടാവണം. എന്താണ് നോയ്സ് എന്നാരില്ലെന്ന് പറഞ്ഞുതരോ? വാട്ട് യു മീൻ ബൈ നോയ്സ്? എന്താ നോയ്സ്? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. മാളവികയെ എന്ന് പറഞ്ഞ കുഞ്ഞേ, എന്തെല്ലാം ഐഡിയ ഉണ്ടോ? എന്താണ് നോയ്സ്? കേട്ടില്ല. ഡിസ്റ്റർബൻസ്. ശരിയാണ്, ഒരു രീതിയിൽ നമുക്ക് ഡിസ്റ്റർബൻസ് എന്ന് പറയാം. വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ശരി, ഒരു രീതിയിൽ ഡിസ്റ്റർബൻസ് എന്ന് പറയാം. കറക്റ്റ് ആക്യുറേറ്റ് ടേം അല്ല. നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ കേസ് പറയുമ്പോൾ നമുക്കത് ഡിസ്റ്റർബൻസ് ആണ്, അത് ഉണ്ടാക്കുന്നത്, അത് നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ശരിക്കും. പക്ഷേ ഇലക്ട്രോണിക്സിൻ്റെ കേസിൽ നമ്മൾ നോയ്സിന് വേറൊരു ഐഡിയോളജി ഉണ്ട്. നോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് വേറെ ആർക്കെങ്കിലും പറയാമോ? കാർത്തിക, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ കുഞ്ഞേ? എന്തായിരിക്കും നോയ്സ്? ഇതുപോലെ ഡിസ്റ്റർബൻസ് ആണ്. അതെ, വൈബ്രേഷൻ അല്ല. പോട്ടെ, നിങ്ങൾ നമ്മളിങ്ങനെ ഗസ് ചെയ്തോ? നമ്മളിപ്പോൾ പറയുന്നത് തെറ്റാണോ അതൊന്നും ഒരു വിഷയമല്ല. നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പറയാന്നുള്ളേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേറെ തോന്നുന്നു? മീനാക്ഷി, എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്തായിരിക്കും നോയ്സ് എന്ന് പറഞ്ഞാൽ? എന്തെങ്കിലും തോന്നുന്നുണ്ടോ? വേണ്ടാത്ത ഫ്രീക്വൻസി ഒക്കെ കയറി വരുന്നു സിഗ്നൽ. അതാണ് കുറെ കൂടെ ഇപ്പൊ പറഞ്ഞതിനകത്ത് കുറെ കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണ് നോയ്സ് എന്നുള്ള കേസിൽ. അപ്പോൾ ചുരുക്കം പറയുവാണെങ്കിൽ വാട്ട് ഈസ് നോയ്സ് ഇൻ ഇലക്ട്രോണിക്സിനകത്ത്? നോയ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ് ഈസ് കോൾഡ് ആസ് അൺവാണ്ടഡ് സിഗ്നൽസ്. ഏറ്റവും ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ നോയ്സ്, നമ്മുടെ ഇലക്ട്രോണിക്സിൽ നോയ്സ് എന്ന് പറഞ്ഞ സാധനം അൺവാണ്ടഡ് സിഗ്നൽസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ കൂടുതൽ സിഗ്നൽസിലേക്ക് പോകുന്നില്ല. നിങ്ങൾ സിഗ്നൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ സെമ്മിലൊക്കെ പഠിച്ചോളും, അതിലേക്ക് പോകുന്നില്ല. പക്ഷേ നിങ്ങൾ അറിയേണ്ട കാര്യം, നമുക്ക് ഒരിക്കലും വേണ്ടാത്തൊരു സാധനമാണ് ഏത്? നോയ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടാത്ത സിഗ്നൽസ് ഫ്രീക്വൻസി ഒക്കെ ആയിരിക്കും കയറി വരുന്നത്, അല്ലെങ്കിൽ വോൾട്ടേജ് ലെവൽസൊക്കെ കയറി വരുന്നതാണ് ഇത്. അപ്പോൾ നമ്മുടെ ശരിക്കുള്ള സിഗ്നലിനെ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയെ ഡിറ്റീരിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കതിനെ വേണ്ടാത്തത്. ചുരുക്കം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കണു, അപ്പോൾ എന്തെങ്കിലും വേറെ ഡിസ്റ്റർബൻസ് വന്നു, ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽസ് വല്ലതും കയറി വന്നു, അല്ലെങ്കിൽ നിങ്ങൾ സൗണ്ട് സിഗ്നൽസ് കയറി വന്നു. ഇതൊക്കെ കാരണം അൺവാണ്ടഡുള്ള സിഗ്നൽസ് കയറി വരുമ്പോൾ നിങ്ങളുടെ കോൾ ക്വാളിറ്റി അത് ബാധിക്കും. ഇതൊക്കെയാണ് നോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കൊരിക്കലും വേണ്ടുന്ന സാധനമല്ല. അതിന് വേണ്ടുന്ന സാധനമല്ലെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് 2 ടൈപ്പ് ഓഫ് നോയ്സ് ഉണ്ടാവും. 2 ടൈപ്പ് നമ്മൾ വിളിക്കുന്നത് DC നോയ്സ് എന്നും, ഏറ്റവും ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ DC നോയ്സ് ഉണ്ടാവും, നമുക്കതുപോലെ AC നോയ്സ് ഉണ്ടാവും. നമുക്ക് DC AC നമുക്കറിയാം, ഡയറക്റ്റ് കറണ്ടും ഓൾട്ടർനേറ്റിംഗ് കറണ്ടും എന്നുള്ള കാര്യം അറിയാം. ഇപ്പോൾ കറക്റ്റ് കറണ്ട് എന്നുള്ള ഉദ്ദേശമല്ല ഇതിൽ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഇപ്പോൾ ഒരു വോൾട്ടേജ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു സ്ക്വയർ വേവ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പോകേണ്ടത് ഇപ്പോൾ ഒരു ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഒരു 0 വോൾട്ടും ഇതിൻ്റെ ഈ ഹൈ വാല്യൂ എന്ന് പറയുന്നത് ഒരു 2 വോൾട്ട് ആണെന്ന് വിചാരിച്ചു. 2 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. ഇതാണ് നമുക്ക് വേണ്ട ലെവൽ. ഫോർ സം വിയർഡ് റീസൺ, എന്തെങ്കിലും ഒരു കാരണം കൊണ്ട്, നമ്മുടെ സർക്യൂട്ടിലെ പ്രശ്നം കൊണ്ട്, എന്തെങ്കിലും കാരണം കൊണ്ട് അടുത്ത സൈക്കിൾ വന്നപ്പോഴത്തേക്ക് ഇത് കുറച്ച് ചെറുതായിപ്പോയി, അല്ലെങ്കിൽ അതിന് അത്രയും വോൾട്ടേജ് ലെവൽ ഇല്ല, അല്ലെങ്കിൽ ഫോർ സം അതർ റീസൺ നമ്മുടേത് കുറച്ചുകൂടെ താഴോട്ട് വന്നു, 0യിൽ നിന്ന് കുറച്ച് താഴോട്ട് വന്നു, അടുത്ത വന്നപ്പോൾ കുറേ കൂടി മേലോട്ട് പോയി. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വോൾട്ടേജ് ലെവലിലുള്ള അൺവാണ്ടഡ് ചേഞ്ചസ് ഉണ്ടാവും, ഇല്ലേ? നമുക്ക് ശരിക്കും വേണ്ടിയിരുന്ന വോൾട്ടേജ് ലെവലിൽ നിന്നുള്ള അൺവാണ്ടഡ് ചേഞ്ചസ് ഉണ്ടാവില്ലേ?
ഇങ്ങനെ ചേഞ്ച് വരുവാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ഡി സി നോയ്സ്. ഓക്കെ, ഡി സി ലെവലിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇങ്ങനെ ചേഞ്ച് വരികയാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഡി സി നോയ്സ്. ഇത് നമുക്ക് പ്രശ്നമാണ് എങ്കിലും വെൻ കമ്പയർഡ് ടു എ സി നോയ്സ്, ഞാൻ പറഞ്ഞുതരാം. വെൻ കമ്പയർഡ് ടു എ സി നോയ്സ് ഇത് കളയാനോ അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് റെമഡി ചെയ്യാനോ കുറേ കൂടി എളുപ്പമാണ് ഡി സി നോയ്സിൻ്റെ കേസിൽ. അതേസമയം എ സി നോയ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു വേവ് ഫോം ഇങ്ങനെ ഒരു സ്ക്വയർ വേവ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണു. വേറെന്തെങ്കിലും എക്സ്ട്രാ വെളിയിൽ നിന്നുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സോ അല്ലെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് വേവ്സോ ഇലക്ട്രിക്കൽ വേവ്സോ എന്തെങ്കിലും സാധനം കൊണ്ടുവന്നിട്ട് നമുക്ക് സ്പൈക്കുകൾ ഉണ്ടാവാം ഈ ഇതിനകത്ത്. ഇങ്ങനെ ഒരു സ്പൈക്ക്, ഇവിടെ ഒരു സ്പൈക്ക്, ഇവിടെ ഒരു നെഗറ്റീവ് സ്പൈക്ക്, ഇവിടെ ഒരു വല്ലാത്ത സ്പൈക്ക്. ഇങ്ങനെ നമ്മുടെ വേവ് ഫോമിനകത്ത് എക്സ്റ്റേണൽ സിഗ്നൽസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണം സ്പൈക്കുകൾ പോലെ, അതായത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഇല്ലാത്ത ഇങ്ങനെയുള്ള സ്പൈക്കുകൾ വരുവാണെങ്കിൽ സച്ച് ടൈപ്പ് ഓഫ് നോയ്സ് ഇസ് കോൾഡ് എ സി നോയ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള നോയ്സിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കതിനെ കുറേ ഡിറ്റക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ റെമഡി ചെയ്യാനോ കുറേ കൂടെ പാടായിരിക്കും വെൻ കമ്പയർഡ് ടു ഡി സി നോയ്സ്. അപ്പോൾ അങ്ങനെ നമുക്ക് 2 ടൈപ്പ് ഓഫ് നോയ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ 2 ടൈപ്പ് ഓഫ് നോയ്സും നമുക്ക് വേണ്ടാത്ത സാധനമാണ്. എ സി നോയ്സ് ആയാലും ഡി സി നോയ്സ് ആയാലും നമുക്ക് വേണ്ടാത്ത സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന അതിൻ്റെ പ്രശ്നം എന്താ, ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 0 വോൾട്ട് 2 വോൾട്ട് എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞേക്കുന്ന ഫോർ എക്സാമ്പിൾ നമ്മുടെ ലോജിക് ഫാമിലിയിൽ പറഞ്ഞേക്കുക മിനിമം ഒരു എത്രയാണ് മിനിമം 2 വോൾട്ടെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ ലോജിക് ഹൈ ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. VIH നമ്മൾ പഠിച്ച മിനിമം 2 വോൾട്ടെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ ലോജിക് ഹൈ ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ എന്ന് വിചാരിക്കുക നമ്മുടെ ലോജിക് ഫാമിലി, നമ്മുടെ സാധനം. ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് കുറഞ്ഞു. ഇതപ്പോൾ എത്ര താഴെ ഉള്ളൂ? 2 വോൾട്ടിൽ താഴെ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഹാഫ് സൈക്കിൾ ഈവൻ ഉണ്ടെങ്കിൽ പോലും ഇതിനെ ലോജിക് ഹൈ ആയിട്ട് കൺസിഡർ ചെയ്യുമോ ആ ഫാമിലി? അല്ലെങ്കിൽ ആ ഗേറ്റ് അതിനെ ലോജിക് ഹൈ ആയിട്ട് കൺസിഡർ ചെയ്യുമോ? കൺസിഡർ ചെയ്യത്തില്ല. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ലോ ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ 0 വോൾട്ട് ഉള്ളതിന് മാക്സിമം 0 വോൾട്ട് വരെ എന്തായിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ? ലോ ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഇവിടെ ഒരു നെഗറ്റീവ് വാല്യൂ വന്നപ്പോൾ അതിന് എന്തായിട്ട് ഈ ഒരു സൈക്കിളിൽ ഇതിൽ എന്തായിട്ട് കൺസിഡർ ചെയ്യത്തില്ല? ലോ ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് എററുകൾ ഉണ്ടാവും. 1ഉം 0 ഒക്കെ മാറിപ്പോവും. 1 ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യേണ്ട ഈ സാധനം എന്തായിട്ട് മെൻഷൻ ചെയ്യും? 0 ആയിട്ട് മെൻഷൻ ചെയ്യും. ഈ 0 ആയിട്ട് മെൻഷൻ ചെയ്യുന്നത് ചിലപ്പോൾ ഇൻഡിറ്റർമിനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അങ്ങ് പോകും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, എ സിയുടെ കേസിലായാലും ഡി സിയുടെ കേസിലായാലും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടാത്തൊരു സാധനമാണ്. എ സി നോയ്സ് ആയാലും ഡി സി നോയ്സ് ആയാലും നമ്മുടെ ഡിജിറ്റൽ സിസ്റ്റത്തിൽ നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ട ഒരു സാധനമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ ഡിജിറ്റൽ സിസ്റ്റത്തിനും ഒരു പർട്ടിക്കുലർ എന്ത് കാണണം? നോയ്സ് ഇമ്മ്യൂണിറ്റി കാണണം. ഓരോ സിസ്റ്റത്തിനും ഒരു നോയ്സ് ഇമ്മ്യൂണിറ്റി ലെവൽ കാണണം. അതായത് എത്രമാത്രം അതിന് നോയ്സുകളെ തടയാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ അത് നോയ്സ് വരാതെ നോക്കാൻ ആ സർക്യൂട്ടിൽ മാക്സിമം എന്തുമാത്രം നോയ്സ് വരാതിരിക്കാനുള്ള കഴിവുണ്ട് എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ നോയ്സ് ഇമ്മ്യൂണിറ്റി കൊണ്ട് മെൻഷൻ ചെയ്യുന്നത്. എത്ര നോയ്സ് ഇമ്മ്യൂണായിട്ടുള്ള സിസ്റ്റം ആണെങ്കിലും അതൊരിക്കലും 100% നോയ്സ് ഇമ്മ്യൂണായിട്ടുള്ള സിസ്റ്റം ഇല്ല, എവിടെയും നോയ്സ് വരാം. അപ്പോൾ അങ്ങനെ നോയ്സ് വന്നാലും എത്ര വരെ വന്നാലേ കുഴപ്പമുള്ളൂ, അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ നോയ്സ് വന്നാൽ കുഴപ്പമില്ല, ഒരു പരിധി കൂടിയാൽ മാത്രമേ നോയ്സ് കുഴപ്പമുള്ളൂ എന്നാണെങ്കിൽ ആ ചെറിയ രീതിയിൽ എത്ര വരെ നോയ്സ് വന്നാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഏത് രീതിയിൽ വരെ നോയ്സ് വന്നാൽ കുഴപ്പമില്ല എന്നുള്ളതാണ് നോയ്സ് മാർജിൻ. അതായത് നോയ്സ് വരും, ആ നോയ്സിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ലെവല് ഒരു പരിധിയിൽ കൂടാതിരുന്നാൽ കുഴപ്പമില്ല. അപ്പോൾ ആ പരിധി എന്താണോ അതാണ് നോയ്സ് മാർജിൻ. അപ്പോൾ ഈ നോയ്സ് മാർജിനകത്താണ് ഈ നോയ്സ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നോയ്സ് ഉണ്ട്, ആ നോയ്സ് എന്ന് പറയുന്നത് നോയ്സ് മാർജിനകത്താണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ആ നോയ്സ് മാർജിനിൽ പുറത്ത് പോയാലാണ് നമുക്ക് പ്രശ്നം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാണെങ്കിൽ ഒരു ഗ്രാഫിക്കലായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ലോജിക് 0 ലോജിക് 1 നോക്കാം. ഇപ്പോൾ നമുക്കൊരു ഹൈ ആയിട്ട് ഇവിടെ ലോജിക് 1 ഉണ്ടായിരുന്നു. ലോജിക് 1 ഉണ്ടായിരുന്നു. ഇവിടെ താഴെ നമുക്ക് എന്തുകൊണ്ട് ലോജിക് 0 ഉണ്ടെന്ന് ചോദിക്കുക. ഹൈ ആയിട്ട് ലോജിക് 1 ഉണ്ട്, ലോജിക് 0 ഉണ്ട്. നമ്മുടെ വോൾട്ടേജാണ്, ഇത് വോൾട്ടേജാണെന്ന് ചോദിക്കാം. ഇതിൽ വോൾട്ടേജാണ്, ഇവിടെയാണ് ലോ, ഇവിടെയാണ് 0 ആണ്, ഇവിടെ 1 ആണ്. വോൾട്ടേജിൻ്റെ വാല്യൂ അല്ലെങ്കിൽ കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ലോജിക് 0, ഇതാണ് ലോജിക്ക് 1 എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ റേഞ്ചിൽ ഇതിനിടയ്ക്കുള്ള 0 മാക്സിമം, അതായത് 0 ആവണമെങ്കിൽ ഈ ലെവലിൽ താഴെ ആയിരിക്കണം, 1 ആവണമെങ്കിൽ മിനിമം ഈ ലെവലെങ്കിലും വേണം. ഇത് നമുക്കറിയാം ഇല്ലേ? അത് നമ്മൾ എന്തോ പഠിച്ചേ? ഇപ്പോൾ നമ്മൾ ഏത് ഔട്ട്പുട്ടിൻ്റെ കേസിലോ ഇതിൻ്റെ കേസിലോ നമ്മൾ പഠിച്ചതല്ലേ? എന്തോ അതിൻ്റെ ഇത് പഠിച്ചത് എന്തുവാ? ഒരു മിനിറ്റ്, ഇപ്പം ഔട്ട്പുട്ടിൻ്റെ ഇൻപുട്ടിൻ്റെ കേസ് എടുക്കുക. അപ്പം മിനിമം നമ്മൾ ഔട്ട്പുട്ടിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ മിനിമം ഔട്ട്പുട്ട് വാല്യൂ എത്രയാണ്? ഇപ്പോൾ VOH ആണെന്ന് വിചാരിക്കുക, ഈ വാല്യൂ VOH ആണെന്ന് വിചാരിക്കുക.
മിനിമം ഈ വാല്യൂ എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെന്തായിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ, 1 ആയിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. ഇതെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഔട്ട്പുട്ടിലുള്ള ലോ വാല്യൂ VOL, മിനിമം ഔട്ട്പുട്ടിലെ വാല്യൂ, മാക്സിമം ഔട്ട്പുട്ടിലെ വാല്യൂ വിച്ച് അതിനടിയിലുള്ളതിന് മാത്രമേ എന്തായിട്ട് കൺസിഡർ ചെയ്തുള്ളൂ, ലോ ആയിട്ട് കൺസിഡർ ചെയ്തുള്ളൂ. ഇതാണ് നമ്മുടെ. പക്ഷേ ഇതിനിടയ്ക്കുള്ള വാല്യൂകളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 1 ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല, 0 ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് സംഭവം, നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഇതാണ് ഐഡിയൽ കേസ്, ഇങ്ങനെ വേണം വർക്ക് ചെയ്യാൻ. പക്ഷേ ശരിക്കും ഇത് ഇങ്ങനെ തന്നെ വർക്ക് ചെയ്യണമെന്നുണ്ടോ? ഇല്ല. കാരണം എന്താ, ഇപ്പോൾ ഈ ഒരു സാധനം ഇതിവിടെ ഇപ്പം ഹൈയും ഇവിടെ ഇപ്പം ലോയും ആണെന്ന് പറഞ്ഞാൽ ഇതാണ് എടുക്കാൻ പാടില്ലാത്തത്. പക്ഷേ എന്തെങ്കിലും നോയ്സുകൾ കയറി വന്നാൽ ചിലപ്പം ഈ ഏരിയയിലും സിഗ്നൽ വന്നേക്കാം, ചിലപ്പോൾ ഈ ഏരിയയിലും സിഗ്നൽ വന്നേക്കാം. എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് വേണ്ടത് ഈ ഒരു ലെവലിലും മാത്രമാണ്. ഇവിടെ 0യും ഇവിടെ 1ഉം ആണെന്ന് പറഞ്ഞാലും പ്രാക്ടിക്കൽ കേസിൽ വരുവാണെങ്കിൽ ഈ ലെവൽ കറക്റ്റ് നിൽക്കത്തില്ല. വേറൊരു പർട്ടിക്കുലർ ലെവലിൽ കൂടെ ഇത് പോകും. അതായത് ഇത്രയും ലെവലും കൂടെ ചിലപ്പോൾ എക്സ്ട്രാ കയറി വന്നേക്കാം. അതായത് ഇതിനിടയ്ക്കുള്ളത് മാത്രമേ, ഈ ഒരു ഗ്യാപ്പിനിടയ്ക്കുള്ളത് മാത്രമേ എന്തായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. ഇത് നമ്മൾ പറഞ്ഞത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഡിസലൗഡ്, ഇത് നമുക്ക് വേണമെങ്കിൽ പറയാം ഡിസലൗഡ് റേഞ്ച്. ഇതും ഡിസലൗഡ് റേഞ്ച് ആണെന്ന് പറയാം. ഈ ഡിസലൗഡ് റേഞ്ചിന് ഇത്രേ കാണുള്ളൂ. ഇപ്പം നമ്മൾ പ്രാക്ടിക്കൽ കേസ് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന് മേളിലോട്ടുള്ളത് മാത്രമാണ് ഹൈ, ഇതിന് താഴോട്ടുള്ളത് മാത്രമാണ് ലോ, ഇങ്ങോട്ടുള്ളത് മാത്രമാണ് ലോ, ഇങ്ങോട്ടുള്ളത് മാത്രമാണ് ഹൈ. പക്ഷേ പ്രാക്ടിക്കൽ കേസിൽ നോയ്സ് കാരണം കുറച്ചും കൂടെ ആ റേഞ്ച് എക്സ്റ്റെൻഡ് ആവാൻ ചാൻസ് ഉണ്ട്. നോയ്സ് കയറി വരുമ്പോൾ ഈ ലെവൽ വരെ വന്നാലും, ഈ ലെവലിൽ മേളിൽ ഇവിടെ വരെ വന്നാൽ പോലും അതിനെന്തായിട്ട് കൺസിഡർ ചെയ്യും, ഹൈ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇവിടെ വരെ വന്നാൽ പോലും അതിനെന്തായിട്ട് കൺസിഡർ ചെയ്യും, ലോ ആയിട്ട് ചിലപ്പോൾ കൺസിഡർ ചെയ്യേണ്ടി വന്നേക്കാം. ഇത് നോയ്സാണ്, ഈ ഇടയ്ക്കുള്ള നോയ്സാണ്. അപ്പോൾ ഇത്രയും ലെവൽ വരെ നോയ്സ് വന്നാലും അതിന് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും, ഹൈ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇത്രയും ലെവൽ വരെ നോയ്സ് വന്നാലും അതിന് എന്തായിട്ട് കൺസിഡർ ചെയ്യും, ലോ ആയിട്ട് കൺസിഡർ ചെയ്യും. കുഴപ്പമില്ല. ഇപ്പോൾ അതിനൊരു നമുക്കൊരു വാല്യൂ കൊടുക്കാമെന്ന് വെച്ചാൽ, ഇപ്പോൾ എന്താ പറയണേ, ഇപ്പോൾ നോയ്സിനൊരു ഇപ്പം VIH എന്ന് കൊടുക്കാം, ഇപ്പം VIL കൊടുത്ത് നോക്കാം. അപ്പം ഇത് ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത്രയും വരെ വന്നാലും ഈ ഒരു റേഞ്ചൂടെ വന്നാലും എന്ത് പ്രശ്നമില്ല, നമുക്ക് നോയ്സ് വന്നാലും നമ്മുടെ ഹൈ ആയിട്ടും ലോ ആയിട്ടും കൺസിഡർ ചെയ്യും. അപ്പോൾ ചുരുക്കം പറയുവാണെങ്കിൽ ഈ ഒരു പരിധി, ഈ രണ്ട് പരിധി ശരിക്കും വേണ്ടത് ഇവിടെ വരെയാണ്. പക്ഷേ നോയ്സ് ഇവിടെ വരെ വന്നാലും കുഴപ്പമില്ല. ഇതും ശരിക്കും വേണ്ടത് ഇവിടെ വരെ മാത്രമേ വരാൻ പാടുള്ളൂ. പക്ഷേ ഈ ഒരു റേഞ്ചും കൂടെ നോയ്സ് വന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഈ രണ്ട് ലെവലുകൾ ഇത്ര ഏരിയ, ഇതിനെ നമുക്ക് എന്തായിട്ട് വിളിക്കാം, നോയ്സ് മാർജിൻ എന്ന് പറയാം. കാരണം നോയ്സ് കാരണം ഇത്രയും വരെ മാർജിൻ ലെവലിൽ വ്യത്യാസം വന്നാൽ പോലും നമ്മുടെ സർക്യൂട്ട് കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യും. പക്ഷേ അതിനും മേളിലോട്ടോ അതിനും താഴോട്ടോ വന്ന് ഈ ഡിസലൗഡ് ഏരിയയിൽ കയറി കഴിഞ്ഞാൽ എന്ത് പ്രശ്നമാണ്, വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഈ ശരിക്കും വേണ്ടതിനകത്തുനിന്ന് ഒരു എക്സ്ട്രാ കുറച്ച് മാർജിനും കൂടെ ഹൈ ലെവലിലും ലോ ലെവലിലും വരുന്ന ആ മാർജിൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, നമ്മുടെ നോയ്സ് മാർജിൻ എന്ന് പറയുന്ന സാധനം. അതിൻ്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ എന്താ, എക്സ്ട്രാ ഈ വാല്യൂ എങ്ങനെ പിടിക്കാം. ഇപ്പോൾ നമ്മൾ ഇതിന് VOH എന്ന് മാർക്ക് ചെയ്തു, ഇതിന് VIH എന്ന് മാർക്ക് ചെയ്താൽ ഇപ്പം VOH-നകത്തുനിന്ന് VIH കുറച്ചാൽ എന്താ കിട്ടും, ഈ ലെവൽ കിട്ടും. അല്ലെങ്കിൽ VIL നിന്ന് VOL കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ലെവൽ കിട്ടും. മനസ്സിലായി. അപ്പോൾ ഈ നോയ്സ് മാർജിൻ, ഹൈ നോയ്സ് മാർജിനും ലോ നോയ്സ് മാർജിനും കണ്ടുപിടിക്കണം എന്ത് ചെയ്താൽ മതി, സിമ്പിളായിട്ട് കുറച്ചാൽ മതി. ഇപ്പോൾ നോയ്സ് മാർജിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നോയ്സ് ഹൈ, മനസ്സിലായി, വോൾട്ടേജ് ഓഫ് നോയ്സ് ഹൈയുടെ, അത് ഹൈയിലുള്ള ഈ നോയ്സ് മാർജിൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഹൈ VOH-ന്ന് എന്ത് കുറച്ചാൽ മതി, VIH കുറച്ചാൽ മതി. അതേസമയം നമുക്ക് ലോ നോയ്സ് മാർജിൻ ഇത് കണ്ടുപിടിക്കണമെങ്കിലോ VIL നിന്ന് VOL കുറച്ചാൽ മതി, അല്ലേ, VIL നിന്ന് VOL കുറച്ചാൽ മതി. അപ്പം നോയ്സ് മാർജിൻ ഓഫ് ലോ കണ്ടുപിടിക്കണമെങ്കിൽ VIL നിന്ന് എന്ത് കുറച്ചാൽ മതി, VOL കുറച്ചാൽ മതി. അത് ഞാൻ ഈ എക്സ്പ്രഷൻ ഒന്നും നിങ്ങൾ കാണാൻ പഠിക്കണമെന്നല്ല പറഞ്ഞത്, മനസ്സിലാക്കിയാൽ മതി എന്താണ് നമ്മുടെ ലോജിക് ലെവൽ. അല്ലെങ്കിൽ അതിനകത്ത് നോയ്സ് വരുമ്പോൾ ആ ലെവൽ എക്സ്റ്റെൻഡ് ആവും. അത് ഒരു പരിധി വരെ എക്സ്റ്റെൻഡ് ആയാലും നമുക്ക് കുഴപ്പമില്ല, ആ ഏത് പരിധി വരെ എക്സ്റ്റെൻഡ് ആയാലാണ് കുഴപ്പമില്ല എന്നുള്ളതാണ് നമ്മുടെ നോയ്സ് മാർജിൻ. അപ്പോൾ ആ പരിധി എങ്ങനെ കണ്ടുപിടിക്കാം, ഈ ലെവലുകൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ നമുക്ക് ആ ലെവലുകൾ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ആ പരിധി കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ആ മാർജിൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ നമ്മുടെ ഒരു ഡിവൈസ് അല്ലെങ്കിൽ നമ്മളൊരു ലോജിക് ഫാമിലി സെലക്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് ആൾക്കാർ നോക്കുന്നത് ഒരു നോയ്സ് വരാൻ ചാൻസ് ഉള്ള ഒരു എൻവയോൺമെൻറ്റിലാണ് ഞാൻ ഈ കൊണ്ടുവെക്കുന്നതെങ്കിൽ നോയ്സ് മാർജിൻ ഹൈ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ വാല്യൂ നോയ്സ് മാർജിൻ ഹൈ ആയിട്ടുള്ള ലോജിക് ഫാമിലി സെലക്ട് ചെയ്തെങ്കിൽ മാത്രമേ അവിടെ വലിയ കുഴപ്പമില്ല ഡിവൈസുകൾ വർക്ക് ചെയ്യുള്ളൂ. അതേസമയം നമ്മൾ നോയ്സ് വരാൻ ചാൻസ് ഉള്ളൊരു എൻവയോൺമെൻറ്റിൽ നോയ്സ് മാർജിൻ തീരെ കുറവുള്ളൊരു സാധനം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ചെറിയ നോയ്സ് വന്നാൽ പോലും എന്താ പറ്റും, എററുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ അത് പ്രശ്നം ഉണ്ടാക്കും.
മനസ്സിലായോ? അപ്പോൾ ഇതാണ് എന്താണ് നോയ്സ് മാർജിൻ എന്നുള്ള കൺസെപ്റ്റ്. ഇനി വേറൊരു ടേബിൾ, ഇത് പ്രധാനപ്പെട്ട നമ്മളങ്ങനെ അധികം കൺസിഡർ ചെയ്യാത്ത പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഒരു ലോജിക് ഫാമിലിയുടെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ. ലോജിക് ഫാമിലിയുടെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ. നമ്മൾ വിചാരിക്കും ടെമ്പറേച്ചറുമായിട്ട് ഇതിനെന്താ ബന്ധം, ഓപ്പറേറ്റിംഗ് ലോജിക് ഫാമിലിയും ടെമ്പറേച്ചറുമായിട്ട് എന്താ ബന്ധം? അല്ല, ടെമ്പറേച്ചറുമായിട്ട് ബന്ധമുണ്ട്. കാരണം ഇതൊരു ഫിസിക്കൽ ഡിവൈസാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു ഫിസിക്കൽ ഡിവൈസാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫിസിക്കൽ ഡിവൈസ് വരുമ്പോൾ അതിനകത്ത് നമ്മൾ എന്താണ്, വെളിയിലുള്ള ഫാക്ടേഴ്സ്, ചൂടുള്ള കാലാവസ്ഥയാണോ തണുപ്പുള്ള കാലാവസ്ഥയാണോ, അല്ലെങ്കിൽ നമ്മൾ ഓവർ ഹീറ്റ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ഉണ്ടോ, ഈ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒക്കെ എന്തിനെ എഫക്റ്റ് ചെയ്യും? നമ്മുടെ ആ സെമി കണ്ടക്ടർ ആണല്ലോ ഈ ഗേറ്റ് എന്നൊക്കെ പറഞ്ഞത്. സെമി കണ്ടക്ടറിൻ്റെ വർക്കിങ്ങിനെ ബാധിക്കും. അതിന് ടെമ്പറേച്ചർ കൂടിയാൽ കുഴപ്പമുള്ള സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാവും, ടെമ്പറേച്ചർ തീരെ കുറഞ്ഞാൽ കുഴപ്പമുണ്ടാവും. അപ്പോൾ ഒരു ഐഡിയൽ വർക്കിംഗ് കണ്ടീഷൻ നമുക്ക് എന്തിനു വേണം? ഓരോ നമ്മുടെ എന്താ പറയുക ലോജിക് ഫാമിലിക്കുണ്ട്. അപ്പോൾ അതിന് മാക്സിമം ഏത് ടെമ്പറേച്ചർ വരെ പോകാം, അല്ലെങ്കിൽ മിനിമം എത്ര ടെമ്പറേച്ചർ വരെ പോകാം ഇങ്ങനെയുള്ള കാര്യത്തെ പറ്റി, ഇങ്ങനെയുള്ളതിനൊക്കെ ഓരോ ലോജിക് ഫാമിലിക്ക് ഓരോ ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അതാണ് ആ ലിമിറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ. മിനിമം ഇത്ര ടെമ്പറേച്ചർ തൊട്ട് മാക്സിമം ഇത്ര ടെമ്പറേച്ചർ വരെ പോയാലും ഈ ലോജിക് ഫാമിലിക്ക് വലിയ കുഴപ്പമില്ലാതെ വർക്ക് ആയിക്കോളും. ഇതിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. അത് ആണെങ്കിൽ പല കേസിലുണ്ടാവും. ഒരു മിനിറ്റ്. അപ്പം അതാണ് നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇനി ഓപ്പറേറ്റിംഗ്, ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. പറഞ്ഞേക്കാം. ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ അതാണ്. പിന്നെ അടുത്തത് നമുക്ക് വരുന്ന സാധനം എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്പീഡ് പവർ പ്രൊഡക്റ്റ്. സ്പീഡ് പവർ പ്രൊഡക്റ്റ്. സ്പീഡ് പവർ പ്രൊഡക്റ്റ് എന്നോ അല്ലെങ്കിൽ ഇതിന് വേറൊരു പേര് വിളിക്കും, അങ്ങനെ വിളിക്കുന്നത് പവർ ഡിലേ പ്രൊഡക്റ്റ്. സ്പീഡ് പവർ പ്രൊഡക്റ്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ പവർ ഡിലേ പ്രൊഡക്റ്റ് എന്ന് ഇതിനെ വിളിക്കാറുണ്ട്. എന്താണ് സ്പീഡ് പവർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്താണ് പവർ ഡിലേ പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. ഈ പേരിനകത്തും നമുക്ക് കാണുന്ന പോലെ തന്നെ പറയാൻ പറ്റും. എന്തുവാ? അതായത് സ്പീഡിൻ്റെയും പവറിൻ്റെയും പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ പവറിൻ്റെയും ഡിലേയുടെയും പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പഗേഷൻ ഡിലേ എന്തുവാണെന്ന് ഞാൻ പറഞ്ഞു. ഒരു ഗേറ്റിൻ്റെ ഇൻപുട്ടിൽ ഒരു സിഗ്നൽ കൊടുത്താൽ ആ സിഗ്നൽ ട്രാവേഴ്സ് ചെയ്ത് ഔട്ട്പുട്ടിൽ എത്താനുള്ള ടൈമിനാണ് നമ്മളെന്ത് വിളിക്കുന്നത്? ഡിലേ എന്ന് വിളിക്കുന്നത്. അപ്പം ഒരു ഗേറ്റ് എടുക്കുകയാണെങ്കിൽ ആ ഗേറ്റ്, അല്ലെങ്കിൽ ഒരു ലോജിക് ഫാമിലി എടുക്കുകയാണെങ്കിൽ കൂട്ടിക്കോ, ലോജിക് ഫാമിലിയിൽ ഒരു ഗേറ്റ് ലോജിക് ഫാമിലി അങ്ങ് എടുക്കുകയാണെങ്കിൽ ആ ലോജിക് ഫാമിലിക്കകത്ത് ഓരോ ആണെങ്കിൽ എന്ത് കാണും? പ്രൊപ്പഗേഷൻ ഡിലേ ആ ലോജിക് ഫാമിലി ഡിപ്പെൻഡൻ്റാണ്. ഒരു ലോജിക് ഫാമിലിക്ക് ഒരു ഏരിയയിലുള്ള എന്തായിരിക്കും എന്താ, ഒരു ഗേറ്റ് എടുക്കുകയാണെങ്കിൽ അതിനൊരു പർട്ടിക്കുലർ എന്ത് കാണും? പ്രൊപ്പഗേഷൻ ഡിലേ കാണും. വേറൊരു ലോജിക് ഫാമിലിയുള്ള ഗേറ്റ് എടുക്കുകയാണെങ്കിൽ അതിന് വേറൊരു പ്രൊപ്പഗേഷൻ ഡിലേ കാണും. അങ്ങനെ ഓരോന്നാണ്. ഒരു ലോജിക് ഫാമിലിയിൽ ഒരു ഗേറ്റ് എടുക്കുമ്പോൾ അതിന് എത്രയാണോ അതിൻ്റെ ഡിലേ വരുന്നത്, അല്ലെങ്കിൽ എത്രയാണോ അതിൻ്റെ പ്രൊപ്പഗേഷൻ ഡിലേ വരുന്നത്, ആ പ്രൊപ്പഗേഷൻ ഡിലേ ഇൻറ്റു ആ ഗേറ്റ്, ലോജിക് ഫാമിലിയിലെ ഗേറ്റ് ഉപയോഗിക്കുന്ന പവർ, അല്ലെങ്കിൽ ഡിസിപ്പേറ്റ് ചെയ്യുന്ന പവർ അല്ലെങ്കിൽ അതിന് വർക്ക് ചെയ്യാൻ എന്തുമാത്രം പവർ വേണം ഇൻറ്റു പവർ ഡിസിപ്പേറ്റഡ്. അപ്പോൾ ആ ലോജിക് ഫാമിലിയിലെ ഗേറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി അത് എന്തുമാത്രം പവർ ഡിസിപ്പേറ്റ് ചെയ്യുന്നു, ആ പവർ അത് വാട്ടിലായിരിക്കുമല്ലോ, അതിനെ ഇൻറ്റു എത്രമാത്രം ടൈം എടുക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊപ്പഗേഷൻ ചെയ്യാൻ വേണ്ടി എത്രമാത്രം ടൈം എടുക്കുന്നു എന്നുള്ള ടൈം ഇൻ മില്ലി സെക്കൻഡ്സ്, അത് മില്ലി സെക്കൻഡ്സ് എല്ലാം കൂടിക്കും ചെയ്യുന്ന രണ്ട് വാല്യൂം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന സാധനത്തിനാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? സ്പീഡ് പവർ പ്രൊഡക്റ്റ് അഥവാ പവർ ഡിലേ പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇത് എന്തിനും ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ലോജിക് ഫാമിലിയിൽ ഒരു ഗേറ്റിൻ്റെ എഫിഷ്യൻസി, അല്ലെങ്കിൽ എത്ര നന്നായതിൻ്റെ ഒരു എന്താ പറയുക മെറിറ്റ്, അത് എത്രമാത്രം നല്ലൊരു സാധനമാണ്, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണോ എന്നുള്ളത്. കാരണം നമുക്ക് ഇതിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് സാധനം കൊള്ളാതിരിക്കുകയും ഈ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കുറയുന്നതാണ് ഏറ്റവും നല്ലത്. ഈ സാധനത്തിൻ്റെ വാല്യൂ കുറയുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കുറയുക എന്ന് പറഞ്ഞാൽ മീനിങ് എന്തുവാ? ഒന്നുകിൽ ഡിലേ കുറയണം, അല്ലെങ്കിൽ പവർ ഡിസിപ്പേറ്റ് ചെയ്യുന്ന കുറയണം, അല്ലെങ്കിൽ രണ്ടും കുറയണം. ശരിയാണോ?
ഈ പ്രൊഡക്റ്റ് കുറയണമെങ്കിൽ ഒന്നുകിൽ ഡിലേ കുറയണം, അല്ലെങ്കിൽ പവർ ഡിസിപ്പേറ്റ് ചെയ്ത് കുറയണം, അല്ലെങ്കിൽ രണ്ടും കുറയണം. ഇത് കുറഞ്ഞെങ്കിൽ മാത്രമേ എന്ത് കുറയുള്ളൂ? ഈ പ്രൊഡക്റ്റ് കുറയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഡിലേ എത്രയും കുറയുന്നു അത്രയും നല്ലത്, എത്രയും കുറച്ച് പവർ ഡിസിപ്പേറ്റ് ചെയ്യുന്നു അത്രയും നല്ലത്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് എടുത്താൽ ഈ ടോട്ടൽ പ്രൊഡക്റ്റ് എത്രയും കുറഞ്ഞിരിക്കുന്നോ അത്രയും നല്ല ഡിവൈസ് എന്നതിൻ്റെ മീനിങ്. അപ്പോൾ കൂടുന്ന കേസിലും അതുപോലെ തന്നെ ഡിലേ കൂടുന്നതും ശരിയല്ല, പവർ ഡിസിപ്പേഷൻ കൂടുന്നതും ശരിയല്ല. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് എടുത്ത് നോക്കുമ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കൂടിയിരുന്നാൽ, അല്ലെങ്കിൽ സ്പീഡ് പവർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പവർ ഡിലേ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കൂടിയിരുന്നാൽ ആ ഡിവൈസ് അത്ര നല്ല ഡിവൈസ് അല്ല എന്നാണ്, അല്ലെങ്കിൽ ആ ലോജിക് ഫാമിലി ഉപയോഗിക്കുന്ന നമ്മുടെ ആവശ്യത്തിന് പറ്റുന്നതല്ല എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ എന്താണ് സ്പീഡ് പവർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പവർ ഡിലേ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണെന്ന് മനസ്സിലായോ? മനസ്സിലൊന്ന് വിചാരിച്ച് വെച്ചിരുന്നാൽ മതി, എന്തായാലും ഒന്ന് ഇമാജിൻ ചെയ്ത് വെച്ചിരുന്നാൽ മതി എന്താണ് സിസ്റ്റം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പവർ ഡിലേ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്പീഡ് പവർ പ്രൊഡക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാൻ TTL ഒരു ലോജിക് ഫാമിലി അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഇനി 5 മിനിറ്റൂടെ ഉള്ളൂ, ടൈമിങ് 5 മിനിറ്റൂടെ ഉള്ളൂ. അപ്പം ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ തീർക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നാളെ ഉണ്ടല്ലോ, നാളെ വർക്കിംഗ് ആണോ? എന്തെങ്കിലും പറഞ്ഞോ?